അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ വേനൽ മഴയൊക്കെ ദാ തീരാറായി. സാധാ മഴക്കാലം വന്നു തുടങ്ങിയില്ലേ. ഇൻഷാ അല്ലാഹ് ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മളെ വേനൽ മഴ തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഇതാ ഞാൻ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുട്ടൂനെ മദ്രസയിൽ കൊണ്ടുപോയാക്കി വന്നു. അതിന് ശേഷം ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കടിക്ക് ആദ്യം തന്നെ കറിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പം കറി എന്താ വെച്ചാൽ അന്ന് ചെറുപയറിൻ്റെ കറി, പിന്നെ നമ്മളെ സാധാ അപ്പൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ചെറുപയറിൻ്റെ കറി വേവിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കറിയൊക്കെ വിസിൽ വന്നതിന് ശേഷം ഞാനിതാ അരിയൊക്കെ അരച്ച് സാധാ അപ്പം തന്നെയാണ് ഇന്ന് ചുട്ടെടുക്കുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുകയാണ്. ചായയും കടിയൊക്കെയായി ഞാൻ ഫസ്റ്റ് തന്നെ ചായയൊക്കെ കുടിച്ചു. കുറച്ച് തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കള ക്ലീനിങ്ങും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാക്കു ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കാക്കുവിന് 2 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ സാവധാനം ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് 10-11 മണിയാകുമ്പോൾ പോകേണ്ടി വരും. അപ്പോൾ ചോറ് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കാക്കു നല്ല ഉറക്കാട്ടോ, നല്ല കൂർക്കാൻ വലിയാണ്. അപ്പോൾ ഞാൻ എന്താക്കി എളുപ്പം തുടച്ചങ്ങാണ്ട് ചോറൊക്കെ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചങ്ങാണ്ട് ഇപ്പം ഒന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീര നുള്ളിയെടുക്കണം കേട്ടോ. നമ്മളെ മുറ്റത്തന്നെ ഒരു മരം ഉണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിമന്ന് ഓരോ പൊടിയല്ല കിട്ടും. അപ്പോൾ ചീര നല്ല ടേസ്റ്റ് അല്ല മുരിങ്ങയിലൊക്കെ താളിക്കണീനെക്കാട്ടിലും. അപ്പം ഇന്ന് പരിപ്പിട്ടുങ്ങാണ്ട് പരിപ്പും ചീരയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറും ചീര താളിക്കുമ്പോൾ ഒരുപോലെയല്ല. അപ്പോൾ കാക്കുവിന് കൊണ്ടുപോകും വേണം, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉച്ചക്ക് കഴിക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ പരിപ്പ് എടുത്തിനും. അപ്പം പരിപ്പിട്ടുങ്ങാണ്ടില്ല ചീരക്കറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ പച്ചമുളകും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ വെളുത്തുള്ളി 2 ഇതൾ ഇട്ടീനു കേട്ടോ, ഗ്യാസൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. പിന്നെ മീനൊന്നും വരാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ടോ കാക്കു മീൻകാരെ കാത്തുക്കുമ്പോൾ കുറച്ച് സമയം വൈകും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാക്കു സ്രാവ് മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിച്ചളാന്ന് മതി, അതൊക്കെ മതി എന്ന് പറഞ്ഞു. പിന്നെ കാക്കു ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ വെയിറ്റ് ചെയ്തിട്ടോ. പിന്നെ പെട്ടെന്ന് മീൻകാരും വന്നു. അപ്പോൾ ഞാൻ മീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പയറും ഉണ്ടായിരുന്നു. പയർ കഴിഞ്ഞപ്പോൾ കുറച്ച് തന്നെ ഉള്ളിന്. അപ്പോൾ അതും കൂടെ ഒരു ഉപ്പേരിയും വെച്ച് പിന്നെ സ്രാവ് മീൻ പൊരിക്കാൻ വന്നപ്പോൾ തന്നെ മീൻകാരും വന്നു. പിന്നെ കുറച്ച് മീനും വാങ്ങി. അപ്പോൾ അതും ഫ്രൈ ആക്കി പരിപ്പും ചീരയും വെച്ചുള്ള കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടോ. ഒക്കെ റെഡി ആയതിൻ്റെ ശേഷമാണ് ഞാൻ കാക്കുവിനെ വിളിച്ചത്. അപ്പോൾ മീൻകാർ വന്നപ്പോൾ നല്ല ഐറ്റംസ് മീനൊന്നും ഇല്ലേനു. ഈ ഒരു മീൻ തന്നെ ഉള്ളേനു കേട്ടോ. അയിലക്കണ്ണി അറിയണേ, ഇതന്നെ ഉള്ളേനു, വേറെ മീനൊന്നുമില്ല. അപ്പോൾ അത് വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ മക്കളാണെങ്കിൽ മക്കൾ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യം. ഏതായാലും ഞാൻ കുറച്ച് മീൻ വാങ്ങിയിട്ടോ, ഉച്ചക്കൊക്കെ മാത്രം കാക്കുവിനെ കൊണ്ടുപോകാനും പിന്നെ ഞങ്ങൾക്കുള്ള മീൻ കണക്കാക്കി വാങ്ങി. വൈകുന്നേരം മീൻ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ അത് പെട്ടെന്ന് നന്നാക്കിയിട്ട് കാക്കുവിന് ഒരു 3-4 എടുത്തുങ്ങാണ്ട് 2-3 എടുത്തിട്ടുള്ളൂ, അത് മതി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കുരുമുളകും അവരൊക്കെ ഇട്ടുങ്ങാണ്ടാണ് കാക്കുവിന് ഫ്രൈ ആക്കി കൊടുത്ത്. കാക്കുവിന് കുരുമുളക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് മുളകും പൊടി ഇട്ടുങ്ങാണ്ടാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഫ്രൈ ആക്കുന്നത്. അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായി. ഞാൻ പൊതിയാണ് അധികം ഇപ്പോൾ കുറച്ചായിട്ട് പാത്രത്തിലാട്ടോ കൊണ്ടുപോകല്. അപ്പം ഇന്ന് ഞാൻ നല്ല വായൻ്റെ ഇല കിട്ടിയപ്പം അത് വാട്ടിങ്ങാണ്ട് അതിൽ പൊതിഞ്ഞെടുത്തു. Whispering pines
അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോൾ കാക്കു നീച്ച് വന്നു കേട്ടോ. കാക്കുവിനെ നീച്ചതാണ്, ഞാൻ വിളിച്ചില്ല. കാരണം നല്ല ഉറക്കമാണ് എനിക്ക്. അല്ലെങ്കിൽ തന്നെ ഒരു സ്വഭാവമുണ്ട്, ഉറങ്ങണവരെ കണ്ടാൽ വിളിക്കാൻ ഭയങ്കര മടിയാണ്, വിളിക്കാൻ തോന്നൂല. അപ്പോൾ മൂപ്പരെന്നെ നീച്ച് വന്ന്. അപ്പോൾ അതിന് ഏകദേശം 1 മണിയായിക്കണം. മൂപ്പര് കുറച്ച് ചോറൊക്കെ നിങ്ങാണ്ട് പോയി. ഞാൻ ചോറൊക്കെ പൊതിഞ്ഞ് കൊടുത്ത് അങ്ങനെ പോയിതാ. പിന്നെ നമ്മളെ ബാക്കിലൊരു മരമൊക്കെ ഉണ്ടായിന് കാക്കൂൻ്റെ പോക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ നേരെ ബാക്കിൽ തന്നെ ഞാൻ എന്താ പറയുക എന്തോ ഒരു കഥ ഇല്ലാതെ കൊടുന്ന് കുഴിച്ചിട്ടതിന് ചെറിയൊരു അടക്കാപ്പായ പേരക്കൻ്റെ. അത് ഇപ്പം നിങ്ങളോട് പറയാം, പെട്ടെന്ന് അങ്ങോട്ട് വലുതായി. അങ്ങനത്തെ സാധനം നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങനെയാണല്ലോ, പെട്ടെന്ന് വലിയതായി കിട്ടുമല്ലോ. അതുപോലെ ഈ സാധനം ഇതാ നല്ലപോലെ വളർന്ന് കമ്പും ചുള്ളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. നല്ലൊരു പടർന്നൊരു കാണാൻ ഭംഗിയുള്ളൊരു മരയിന് കേട്ടോ. പെട്ടെന്ന് ഉണ്ടായി ചെയ്തിരിക്കണം. പക്ഷേ ഇതിൻ്റെ വളർച്ച ഇപ്പോൾ ഒരു ഇതിലാറുണ്ടാവും. ഇപ്പോൾ 2 മാസമായപ്പോൾ ഞാൻ നനക്കലും കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ വെട്ടിയിടണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വെട്ടാൻ എനിക്കതിൽ തോന്നണമില്ല. ഞങ്ങൾ ബെഡ്റൂമിൻ്റെ ഒരു 3 അടിയുള്ളൂ ഇതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ എനിക്കിങ്ങനെ പേടിയാണ്, ഇതിൻ്റെ വേരെങ്ങാനും വലുതായി മരം വലുതായി വരുമ്പം റൂമിൽ ചുമരിനൊക്കെ എന്തെങ്കിലും ബാധിക്കുമെന്നില്ലൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാക്കു ഒരാടന്നോട്ടെ അറിയും വീട്ടുകാരിയുമ്പോൾ. അപ്പം കാക്കു പോയ സമയത്ത് ഞാൻ എല്ലാം മുറിച്ച് മാറ്റുകയാണ് കേട്ടോ. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇത് മുറിച്ച് മാറ്റുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മരം ഇത്ര ആകാൻ നമുക്ക് ഭയങ്കര പാടാണ്. കാരണം നല്ലപോലെ നനച്ച് പെട്ടെന്ന് വലുതായി കിട്ടിയൊരു മരയുണ്ട്. ഞങ്ങൾ ബെഡ്റൂമൊക്കെ തന്നെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല വെയിലും കാര്യവും വെളിച്ചമൊക്കെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ 2 മരങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. ഈ മുരിങ്ങി അതുപോലെ ഞാൻ കുഴിച്ചിട്ട് തന്നെ കേട്ടോ. അത് പെട്ടെന്ന് വലുതായിക്കണം. ഇതും വെട്ടാനിരിക്കണം, നമ്മളെ വീടിൻ്റെ മുകൾക്ക് എത്തിക്കണം. അപ്പോൾ ആരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വീടിൻ്റെ മുകൾക്ക് മുരിങ്ങ മരം വളരുന്നത്ര നല്ലതൊന്നല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ കത്തി എത്ര പോരാ. അതുകൊണ്ട് എനിക്ക് മുറിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ആരെക്കൊണ്ടെങ്കിലൊക്കെ വെട്ടിപ്പിക്കണം. ഈ കാക്കുവിനെ കൊണ്ട് തന്നെ കാക്കു ഫ്രീ ആകുമ്പോൾ വെട്ടിക്കാന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇത് ഞാനും എല്ലാം ഇങ്ങോട്ട് മുറിച്ച് ഒഴിവാക്കുകയാണ്. അങ്ങനെ ഇത് വളരെ വിഷമത്തോടെ കഴിച്ച് ഞാൻ അത് മുറിച്ച് മാറ്റുകയാണ് കേട്ടോ. എനിക്ക് സങ്കടമുണ്ട്, എന്താ പറയുക, ഭയങ്കര ഒരു മൂഡ് ഓഫ്. എന്നാലും ഞാൻ അത് കട്ട് ചെയ്തിട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് കത്തിക്കാലോ, എന്തെങ്കിലും ഒരു കാര്യമാകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ.